കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നൽകി തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം പഴയ നിയമത്തിലെ അഭിഷേകത്തെ കുറിച്ചാണ്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു, പുരോഹിതനെ അഭിഷേകം ചെയ്തു, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചുകൊണ്ട് ദൈവം അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇസ്രായേൽ മക്കളുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനത്തിനും അനുഗ്രഹത്തിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ദൈവം നൽകിയതായിരിക്കുന്ന അഭിഷേകം, ആ അഭിഷേകത്തോടുകൂടെയുള്ള ശുശ്രൂഷകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുഴുവനും ദൈവദാസന്മാർ നിർവഹിച്ചതും ചെയ്തതും പ്രവർത്തിച്ചതും ദൈവത്തിനു വേണ്ടി വാസനയായി മാറിയതും. ആ ഭാഗം തൽക്കാലം ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് പുതിയ നിയമസഭയിലെ ഒരഭിഷേകത്തെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് കടന്നു വരികയാണ്. അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അനേക ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ചു കേൾക്കപ്പെട്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ആത്മാവിൽ നിറയുകയും ചെയ്ത ദൈവവചനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്. 2-ാമത്തെ വാക്യം: പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു വലിയ മുഴക്കമുണ്ടായി. ഇരുന്ന വീടിന് മുഴക്കം നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ വായിക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെല്ലാവരും മർക്കോസിന്റെ മാളിക മുറിയിൽ പെന്തക്കോസ്ത് ദിനത്തിൽ കാത്തിരിക്കുകയാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അവരെ ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് മറുരൂപ മലയിൽ വെച്ചവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞു: ഉയരത്തിലെ ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഇത് പ്രാപിച്ചതിന് ശേഷം യെരുശലേമിലും യഹൂദയിലും ലോകത്തിന്റെ എല്ലായിടങ്ങളിലും എന്റെ സാക്ഷികളാകണം. കർത്താവ് പറഞ്ഞ കാര്യമാണ്, അപ്പോസ്തലന്മാര് പറഞ്ഞ കാര്യമല്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയതായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. നിങ്ങളത് പ്രാപിക്കണം. അങ്ങനെ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വേണ്ടി അന്ന് യെരുശലേമിലെ ഉത്സവമാണ്. 7 പെരുന്നാളിൽ ഒരു പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ യെരുശലേമിൽ വന്നുകൂടും. യഹൂദന്മാർ, ഗോത്രപിതാക്കന്മാർ, മൂപ്പന്മാര്, സഭയുടെ പ്രതിനിധികൾ, കുടുംബത്തിന്റെ പ്രതിനിധികൾ, ചർച്ചക്കാർ, ബന്ധുക്കള് എല്ലാവരും അന്ന് കൂടി വരുന്നൊരു ദിവസമാണ്. ആ കൂടി വരുന്ന സന്ദർഭത്തിൽ 140 പേരടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ദേവാലയത്തിന്റെ തൊട്ടടുത്തുള്ളതായ ഒരു മുറിയിൽ അവരെല്ലാവരും ഈ വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ അവർ എല്ലാവരും കാത്തിരിക്കുന്ന സമയം പെട്ടെന്ന് മുറിക്കകത്ത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയൊരു മുഴക്കമുണ്ടായി. ഒരു ശബ്ദത്തോടുകൂടെ മുറിക്കകത്തേക്ക് പ്രവേശിച്ചു. അവർ ഭയപ്പെട്ടു. പെട്ടെന്ന് അഗ്നിനാവുകൾ, ഒരഗ്നി അതിൽ പൊട്ടിത്തെറിച്ചിട്ട് കഷ്ണമായി തീപ്പൊരി പോലെ ഓരോ വ്യക്തികളുടെയും നാവുകളിൽ അത് പതിഞ്ഞു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. പുതിയ നിയമസഭയിലെ അഭിഷേകം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ
വരുന്നതായിരിക്കുന്ന മാറ്റങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, അവർക്ക് ലഭിക്കപ്പെടുന്ന കാഴ്ചപ്പാടുകൾ, അവർക്ക് ലഭിക്കപ്പെടുന്ന ദർശനങ്ങൾ, അവർക്ക് ലഭിക്കപ്പെടാൻ പോകുന്നതായ ആ ശുശ്രൂഷകൾ, അവർക്ക് ലഭിക്കപ്പെടുന്നതായിരിക്കുന്ന സൗഖ്യവും ആരോഗ്യവും സംരക്ഷണവും എല്ലാം ഈ തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരായിരിക്കുന്ന അപ്പോസ്തലന്മാരെല്ലാവരും വളരെ ശക്തിയോടുകൂടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്കത് ലഭിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുഭൂപ്രയാണത്തിൽ ജീവിതം യാത്ര ചെയ്തു പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, മുൻപിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിക്കണമെങ്കിൽ, മുൻപിലുള്ള പ്രതിസന്ധികളെ കണ്ട് മനസ്സിലാക്കി അതിനെ മറികടന്ന് പോകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കൂടിയെത്തിയും. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം, കാത്തിരിക്കണം. അതാണ് ഇവിടെ കാത്തിരിക്കുകയാണ്. ഇത് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ്. സ്തോത്രം. അവിടെ പത്രോസ് എഴുന്നേറ്റ് എല്ലാവരും ആത്മാവിൽ നിറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഈ ശബ്ദം കേട്ടതുകൊണ്ട് ദേവാലയത്തിൽ വന്നതായിരിക്കുന്ന ആളുകളൊക്കെയും ഈ ഭവനത്തിലേക്ക് ഓടിക്കൂടി. അവരെല്ലാവരും ഒരുമിച്ച് വന്ന് നിൽക്കുകയാണ്. അവരുടെ നടുവിൽ അവരുടെ മനോഭാവങ്ങൾ പത്രോസിന് വെളിപ്പെടുത്തി, അവരുടെ ചിന്തകൾ വെളിപ്പെടുത്തി, അവരുടേതായിരിക്കുന്ന മനോഭാവ നോട്ടം അത് കണ്ടിട്ട് പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ മദ്യം കുടിച്ചവരല്ല, ഞങ്ങൾ വീഞ്ഞു കുടിച്ചവരല്ല. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തിരിക്കുന്ന ദൈവവചനം ഇവിടെ നിവൃത്തിയാകുകയാണ്. ചിലതൊക്കെ നമ്മളിലൂടെ നിവൃത്തിയാകണം. നമ്മുടെ ഭവനത്തിൽ നിവൃത്തിയാകണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങള് നിവൃത്തിയാകണ്ടേ. അതാണ് ദൈവികമായിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിവൃത്തിയായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. പ്രവചനങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പ്രവചനം അതേപോലെ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദാസനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ മദ്യം കുടിച്ചവരല്ല. എന്നിട്ട് അവരോട് പറഞ്ഞു, ഹീനപാത്രമായിരുന്ന ഞങ്ങളെ ഇപ്പോൾ ദൈവം മാനപാത്രമാക്കിയിരിക്കുന്നു. ഒന്ന്, ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ, അതിനെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഒന്ന്, പഴയ പാത്രങ്ങൾ മാറുന്നു, പുതിയ പാത്രമായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പഴയ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരനുഭവത്തെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ സത്യം എന്താണെന്ന് ബോധ്യമാക്കും, തെറ്റുകളെ തിരുത്തും. അപ്പോൾ ഈ പ്രാപിച്ചതായിരിക്കുന്ന അനുഭവങ്ങൾ സാധാരണക്കാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് സാധാരണക്കാരായ മനുഷ്യരാണ്. എത്രയോ വട്ടം ദേവാലയത്തിൽ പോയവരും വന്നവരുമായിരുന്നു. ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുത്തിട്ട് ഈ അനുഭവങ്ങളെല്ലാം പ്രാപിച്ചതിന് ശേഷം ഈ പ്രിയപ്പെട്ട പത്രോസും യോഹന്നാനും 3 നേരത്ത് അവർ ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 3:1 വായിക്കുമ്പോൾ നമുക്കറിയാം, അവർ ദേവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെയുണ്ട്. അവിടെ വായിക്കുന്ന, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്ത് പ്രാപിച്ചവൻ, ജന്മന മുടന്തുള്ളവൻ, നടക്കാൻ കഴിയാത്തവൻ. വേദപുസ്തകത്തിൽ ഒരുപാട് മുടന്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് ആ വഴിക്കൂടിയൊക്കെ ഒന്ന് ചിന്തിക്കാം. മുടന്ത്, വീഴ്ചയിലുണ്ടായ മുടന്ത്, ജന്മനാ ഉണ്ടായ മുടന്ത്, പല വിധത്തിലുള്ളതായിരിക്കുന്ന മുടന്തുകളുണ്ട്. ഇവിടെ ഇപ്പോൾ മുടന്ത് പ്രാപിച്ചതായിരിക്കുന്ന ഈ മധ്യവയസ്കൻ അത് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേവദാസന്മാര് കയറി ചെല്ലുന്നത്. അവർക്ക് നേരെ കൈ നീട്ടിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് തരുവാനായിട്ടൊന്നുമില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദാസന്മാര് പറഞ്ഞപ്പോൾ നോക്കി, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, പൊന്നും വെള്ളിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ സാധാരണക്കാരായിരിക്കുന്ന വ്യക്തികളാണ്, എന്ന് ഞങ്ങൾ പ്രാപിച്ചതിനെ നിനക്ക് തരാൻ പോവാണ്. അടുത്ത് എന്നിട്ട് അവര് കൈക്ക് പിടിച്ചിട്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവൻ തുള്ളിയും ചാടിയും മഹത്വപ്പെടുത്തിയും കൊണ്ട് യഹോവയെ ആരാധിച്ച് ദേവാലയത്തിലേക്ക് കയറി. ഇതാണ് അഭിഷേകം. ഈ അഭിഷേകത്തിന്റെ ശക്തി അതാണ്. നമുക്കറിയാം, ശിംശോന്റെ തലയിൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു.
ആർക്കും ഒതുക്കുവാൻ കഴിയാത്തൊരു ശക്തിയായിരുന്നു. ഇവിടെ ഇപ്പോൾ ജന്മന വന്നതായിരിക്കുന്ന മുടന്തനെ മാറ്റുവാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഇവിടെ വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ചില മുടന്തുകൾ മാറ്റാൻ, ചില സ്ഥലങ്ങളിൽ കയറി ചെല്ലുവാൻ, ചില കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ, നിക്ഷിപ്തമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ നിയമസഭയിലെ അഭിഷേകം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. തുടരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രാർത്ഥനയോടെ കടന്നു വരാം. കരുണയുള്ള ദൈവമേ, സുക്രിസ്ത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിന്റെ നല്ല സമയത്തിനായി രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, പ്രായമായിരിക്കുന്നവരുണ്ട്, ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തുമായിട്ട് കടന്നുപോയവരുണ്ട്, ഗൾഫ് മേഖലയിലായിരിക്കുന്നവരുണ്ട്, യൂറോപ്പിലുള്ളവരുണ്ട്, അമേരിക്കയിലുള്ളവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിലായിട്ട് വിവിധമായ ഭാരങ്ങളോടെ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ആശ്വാസം കൊണ്ട് നിറയ്ക്കണം. പുതിയ അഭിഷേകത്താൽ നിറച്ച് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കും.